സലാം യാ ഇമറാത്ത് എന്ന പേരിലാണ് പ്രവാസികൾ UAE-ക്കായി സമർപ്പിക്കുന്ന ഈ ഗാനം തയ്യാറാക്കിയിരിക്കുന്നത്. ധീരരായി അജയ്യരായി പോരടിക്കും നമ്മൾ. സലാം യാ ഇമറാത്ത്, സലാം യാ ഇമറാത്ത്, സലാം യാ ഇമറാത്ത്, സലാം യാ ഇമറാത്ത്. ദുബൈയിലെ ഷിഫ അൽ ഖലീജ് മെഡിക്കൽ സെന്റർ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ സ്ഥാപനത്തിന്റെ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് കാസിം ഗാനം ഔദ്യോഗികമായി പുറത്തിറക്കി. നമ്മൾ ഈ രാജ്യം ഒരു ആകാംക്ഷയിൽ നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ പ്രവാസികൾ ഇവർക്ക് ഒരു പൂർണ്ണ പിന്തുണ നൽകേണ്ടതാണ്. ബിക്കോസ് ഇത്ര കാലം നമ്മളെ എല്ലാ സൗകര്യങ്ങളും തന്ന് സ്വന്തം നാട്ടുകാരെ പോലെ നമ്മൾക്ക് ഇവിടെ ബിസിനസ് ചെയ്യാനും ജീവിക്കാനും എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്ന ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു അപകടകരമായ സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരോട് കൂടി നിന്നുകൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇങ്ങനൊരു ഐഡിയ വന്നപ്പോൾ അത് ചെയ്യണമെന്നും അതിനുള്ള ലീഡർഷിപ്പ് എടുക്കണമെന്ന് തോന്നി. ഞങ്ങളുടെ മെഡിക്കൽ സെൻറ്ററിൽ തന്നെ വെച്ചാൽ ചെയ്യണമെന്ന് തോന്നി. പക്ഷേ സത്യത്തിൽ ഈ പാട്ടിപ്പോൾ കേട്ടപ്പോഴാണ് ഇത് യാസർ ചെയ്തിട്ടുള്ളൊരു വണ്ടർഫുൾ ഐഡിയ ആണെന്നും എനിക്ക് ഉറപ്പുണ്ട്. പ്രവാസി ലോകം മാത്രമല്ല, ഈ അറബ് ലോകം പോലും ഈ പാട്ടിനെ സ്വീകരിക്കുമെന്നും ഇതൊരു വലിയ സംഭവമായി മാറിയിരിക്കുന്നു, ഇതൊരു വലിയ മോട്ടിവേഷൻ കൂടിയായി മാറുന്നു എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സംഘർഷകാലത്തും പ്രവാസികളെ ചേർത്ത് പിടിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് UAE-യുടെ കരുതലിന് അഭിവാദ്യമർപ്പിച്ച് മീഡിയ വൺ ആരംഭിച്ച റെസിലിയൻറ്റ് UAE എന്ന ക്യാമ്പയിൻ്റെ ഭാഗമായാണ് ഈ ഗാനം പുറത്തിറക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ നമ്മുടെ നാടിനെ, ഇന്ത്യയെ, പ്രത്യേകിച്ച് കേരളത്തെ രൂപപ്പെടുത്തിയത് പ്രവാസമാണെന്ന് പറയും, ഗൾഫ് പ്രത്യേകിച്ച്. ആ അർത്ഥത്തിൽ പിന്നെ ഗൾഫ് എന്ന് പറയുന്നത് കോറ്റമ്മനാട് അല്ല, ശരിക്കും സ്വന്തം നാട് പോലെയാണ് നമ്മൾക്കെല്ലാവർക്കും. നമുക്കിവിടെ ഉണ്ടാകുന്ന അത് ഒരു ചെറിയ വെള്ളപ്പൊക്കമായാലും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയമാണെങ്കിലും നമ്മളെ വല്ലാതെ ബാധിക്കുന്ന, നമ്മളെ അലട്ടുന്നൊരു വിഷയമാണ്. ഇപ്പോൾ ഈ റീസെൻ്റായിട്ട് നടക്കുന്ന ഈ ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഈ പറയുന്നൊരു യുദ്ധം, അതുമായി ബന്ധപ്പെട്ട് എല്ലാ GCC രാജ്യങ്ങളും സഫർ ചെയ്താൽ തന്നെയും ഈ രാജ്യങ്ങൾ ഈ പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് തിരിച്ചു വരും എന്ന ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുക്കുന്ന ഒരു ക്യാമ്പയിനാണ് മീഡിയ വൺ GCC-യിൽ തന്നെ രൂപപ്പെടുത്തിയത്. അതിൻ്റെ UAE വേർഷനാണ് റെസിലിയൻറ്റ് UAE ബ്രൈറ്റ് ഡേയ്സ് അഹെഡ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ പ്രവാസത്തിലെ ബിസിനസ് പ്രമുഖർ, ഇവിടുത്തെ വ്യത്യസ്ത തലങ്ങളിലുള്ള ആളുകൾ അവർ നമ്മൾ പങ്കുവയ്ക്കുകയാണ്. ഞങ്ങൾ 50 വർഷമായി 40 വർഷമായി ഇവിടെ പല പ്രതിസന്ധികളും കടന്നു വന്നിട്ടുണ്ട്. ആ പ്രതിസന്ധികളിലൊക്കെ ഇവിടുത്തെ ഭരണാധികാരികൾ, ഇവിടുത്തെ നേതൃത്വം ഇതിനെ മറികടക്കാവുന്ന മെക്കാനിസം കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്, നമ്മളെ ഇടിച്ചു നിർത്തിയിട്ടുണ്ട്. ആ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ പൊയ്ക്കോ എന്നല്ല, നിങ്ങൾ ഞങ്ങളോടൊപ്പം നിന്ന് ഇതിനോടൊപ്പം നമുക്ക് മുന്നേറാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസ് ഈ ഘട്ടത്തിൽ പകർന്നു കൊടുക്കുക എന്ന ഒരു ദൗത്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മീഡിയ വൺ തിരിച്ചറിയുന്നു. അതാണ് റെസിലിയൻറ്റ് UAE-യിലൂടെ മീഡിയ വൺ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്ടുകേട്ട UAE സ്വദേശികൾ നിറകണ്ണുകളോടെയാണ് പ്രതികരിച്ചത്. يعني صح الوضع يخوف بس إن شاء الله كل شيء بيكون أوكي وإن شاء الله فترة وتعدي ونحن واثقين بدولتنا وبحكومتنا وإن شاء الله كل شيء بيكون أوكي. മീഡിയ വൺ സീനിയർ ക്യാമറ പേഴ്സൺ യാസിർ അറഫാത്തിൻ്റെതാണ് ഈ ഗാനത്തിൻ്റെ വരികൾ. ദൃശ്യാവിഷ്കാരത്തിൻ്റെ ആശയവും യാസിറിൻ്റേത് തന്നെ. ഏകദേശം 10-23 വർഷമായി UAE-യിൽ. ആദ്യമായിട്ട് വരുന്നത് പിന്നെ മുൻ ധനകാര്യമന്ത്രി ആയിരുന്ന മർഹൂം ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂം, അദ്ദേഹത്തിൻ്റെ സ്റ്റേബിളിൽ കുതിര റേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേബിളിലാണ് ആദ്യം എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഏകദേശം പകുതിയോളം കാലഘട്ടം UAE-യിൽ ആണ് എന്ന് പറയാൻ പറ്റും. എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഇത് പാടണം, പിന്നെ മ്യൂസിക് തയ്യാറാക്കണം. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് AI ട്രൈ ചെയ്തുകൂടാ എന്നുള്ളൊരു ആശയം മനസ്സിലേക്ക് വരികയും അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ അതിനായിട്ട് ഡൗൺലോഡ് ചെയ്ത് ഈ ലിറിക്സ് നമ്മളതിന് കൊടുത്തിട്ട് അങ്ങനെ AI തന്ന ഒരു ഔട്ട്പുട്ടും കൂടെ ആയപ്പോൾ അത് ഭയങ്കര ഒരു ഫീൽ, ഒരു സന്തോഷം മനസ്സിലേക്ക് തോന്നി. അങ്ങനെ ശരിക്കും ഇത് ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു മീറ്റിങ്ങിലാണിത് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത്
എന്താണ് കൊള്ളാം എന്ന് പറഞ്ഞാൽ പിന്നെ അത് നമുക്ക് പബ്ലിഷ്. മീഡിയ വൺ റിസൈലൻറ്റ് UAEയുടെ ഭാഗമായി. അതെ അതെ, അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ക്യാമ്പയിന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് ഒരു സപ്പോർട്ട് എന്നുള്ള നിലക്ക് നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്നുള്ള നിലക്ക് ഇതാവാം എന്നാണ്, അതുകൊണ്ടാണ് നമ്മൾ പിന്നെ എന്താണ് അങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഡോക്ടർ തസ്നീം കാസിം, ഡോക്ടർ KP ഹുസൈൻ, ബഷീർ പാൻഗൾഫ്, മുഹമ്മദ് കുഞ്ഞി, ഷാഫി, മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി MCA നാസർ തുടങ്ങിയവർ റിലീസിംഗ് ചടങ്ങിൽ ഗാനത്തിന് ആശംസകൾ അറിയിച്ചു. ഇപ്പോൾ UAE സോഷ്യൽ മീഡിയയിൽ ഗാനം വൈറലായി മാറി എന്നത് മാത്രമല്ല, ആസ്വാദകരുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാനമായി സലാം യാ ഇമറാത്ത് മാറിക്കഴിഞ്ഞു. ധീരരായി അജയ്യരായി പോരടിക്കും നമ്മൾ. സമാധാനം പുലരുമെന്ന ആശയോടെ വീക്കെൻഡ് അറേബ്യയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ആഴ്ച